ഫോണിൽ കൂടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. നമുക്ക് വേറെ മേടിക്കാം. അപ്പൊ നോക്കിയില്ലേ ഒരെണ്ണ ചത്ത് ഇത് വെള്ളം മാറ്റില്ല. നീ എന്തിനാ കരയണ്? എന്തിന് അതേപോലെ തന്നെ വിഷമം നമുക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 2 ഗോൾഡ് ഫിഷ് ആയിരുന്നു നമ്മുടെയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് ചത്തു, രണ്ടാമത് മറ്റതും ചത്തു എന്ന് പറഞ്ഞിട്ടാണ് ഓള് കരയണത് കേട്ടോ. കാരണം ഏകദേശം 2 മാസത്തോളം നമ്മുടെ കയ്യിൽ ഈ ഗോൾഡ് ഫിഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി കുഴിച്ചിടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അവളെന്നെ കുഴി കുഴിച്ച് അവളെന്നെ കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് ഫിഷിനെ ബൗളിലൊന്നും വളർത്താൻ പറ്റില്ല. അതിന് ഫിൽറ്ററും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ അക്വേറിയം കാര്യങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് മുന്നേ തന്നെ. ഒന്നും കണക്കാക്കാണ്ട് അവൾക്ക് അത് മതി എന്ന് തന്നെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് 2 മാസം മുമ്പ് വാങ്ങിച്ചൊരു ഗോൾഡ് ഫിഷ് ആയിരുന്നു കേട്ടോ നമ്മളുള്ളത്. കുട്ടികളെ നോക്കണ മാതിരിയാണ് അവൾ അതിനെ നോക്കിയിരുന്നത്. കാരണം രാവിലെ തീറ്റ കൊടുത്തിട്ട് സ്കൂളിൽ പോകും. നേരം വന്ന് അവൾ ഫുഡ് കഴിക്കാട്ടി മുന്നേ അതിന് ഫുഡ് കൊടുത്തിട്ടാണ് അവൾ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് അതിനെ നോക്കി കൊണ്ടുവന്നിരുന്നത്. പെട്ടെന്ന് ആദ്യം ഒരെണ്ണം ചത്തു, പിന്നെ രണ്ടാമതും മറ്റവും ചത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് ആകെ വിഷമം സഹിക്കാൻ പറ്റാതെ ഇട്ടതിന് ശേഷം ആളിരിക്കണ കാഴ്ചയുണ്ടോ ഇപ്പോൾ ഈ കാണുന്നത്. രാത്രി ടെൻഷനിലായിട്ട് ആളിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻ കാണാൻ വയ്യാണ്ട് അപ്പോൾ അവളെ ടെൻഷൻ മാറ്റി കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു ഫിഷിനെ മേടിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ബൗളിൽ വളർത്താൻ പറ്റുന്ന ഏതെങ്കിലും ഫിഷിനെ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ ആള് ഡെസ്പാണെങ്കിലും ആളൊരു ഇതും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വണ്ടിയിൽ കയറ്റി കണ്ടോ. അപ്പോൾ ചിരിയും കളിയൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ വണ്ടിയിൽ അങ്ങനെ നമ്മൾ കടയിലെത്തിയ കാഴ്ചയാണ് ഇപ്പോൾ ഇതായി കാണുന്നത് കേട്ടോ. അങ്ങനെ കടയിലെത്തിയിട്ട് നമ്മൾ ഇനി ഏതെങ്കിലും ബൗളിൽ വളർത്താൻ പറ്റുന്ന ഏതെങ്കിലും മീനിനെ നോക്കിയിട്ട് മേടിക്കാന്ന് വെച്ചിട്ടാണ് ഈ പോണത്. ഇറങ്ങിയ പാടന്നെ അവൾ കടയിലേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പണ്ട് മേടിച്ച ഗോൾഡ് ഫിഷിന് മേടിച്ച അതേ കടയിൽ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. പിന്നെ അവിടെ കുറേ കിളികളും തത്തകളും പ്രാവും അതെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് അതൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്നും വളർത്താൻ നമുക്ക് അവിടെ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചിട്ടോ. പിന്നെ ഈ അക്വേറിയം കണ്ടപ്പോൾ പറഞ്ഞു ഇതിൽ പറ്റും നമുക്ക് ഈ അക്വേറിയം മേടിക്കാന്നാണ് മൂപ്പര് പറയുന്നത്. ഇതിൽ നമ്മൾ ഇതായി ഫൈറ്ററിനെ കണ്ടു കേട്ടോ. ഫൈറ്റർ ആകുമ്പോൾ ഉള്ളിൽ വളർത്താൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടക്കാണ് ഗോൾഡ് ഫിഷിനെ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ മതി എന്നാണ് മൂപ്പര് പറയുന്നത് കേട്ടോ. കടക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബൗളിൽ വളർത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഗോൾഡ് ഫിഷ് ചാവും, ഫൈറ്റർ ആകുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവണില്ല, അവൾക്ക് അതിനെ മതി എന്നാണ് പറയണത്. വീണ്ടും ഇത് ചത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സങ്കടം നമ്മൾ തന്നെ കാണണം. നമുക്ക് ആ കൺഫ്യൂഷനായി ഏതാ വേണ്ടതെന്നുള്ളത്. കടക്കാരന് വേറെ ആൾ വന്നപ്പോൾ ആളങ്ങോട്ട് പോയിട്ട് ഇടയ്ക്ക് ഒരു പൂച്ചനെ കണ്ടപ്പോൾ ആ പൂച്ചനെ കളിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആളാ കൺഫ്യൂഷനാണ് ഏതാ വാങ്ങേണ്ടതെന്നുള്ള. ഒട്ടുമിക്ക മീനുകൾ അക്വേറിയത്തിൽ വളർത്താൻ പറ്റുന്ന മീനുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബൗളിലൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവും ചെയ്യും. പക്ഷെ പറഞ്ഞു ഉറപ്പിച്ച് നമ്മൾ ഫൈറ്ററിനെ തന്നെ മേടിക്കാൻ വേണ്ടി തീരുമാനിക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി ഫൈറ്റർ തന്നെ വാങ്ങുന്നുള്ള തീരുമാനത്തിലായിട്ടോ. ഇനി ഒരു 2 ദിവസം തീറ്റ കൊടുക്കാൻ മറന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് കടക്കാരോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഫൈറ്ററിനെ മേടിച്ചു ഗൈസ്. ഫൈറ്റർ റെഡ് മതി എന്ന് പറഞ്ഞിട്ട് ഫൈറ്ററിനെ മേടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആള് കയ്യിൽ കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. കയ്യിൽ കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആ മീനായിട്ട് നേരെ വണ്ടിയിൽ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഓൾക്ക് സന്തോഷമായ പോലെ തന്നെ നമുക്കും സന്തോഷമായിട്ടോ. നേരെ കാറിൽ ഓടി കയറിയിട്ട് താത്താക്ക് മീനിനെ കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫൈനലി ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ഫൈറ്റർ. കണ്ടില്ലേ, റെഡ് ഫൈറ്ററാണ് മേടിച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ ബൗളിൽ വളർത്താൻ ഒരു സീനുമില്ല എന്നാണ് അയാൾ പറഞ്ഞത് കേട്ടോ. അതോടൊപ്പം ഫൈറ്ററിന്റെ തീറ്റയും അതുപോലെ തന്നെ ഒരു വലയും നമ്മൾ മേടിച്ചിട്ടു. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ച് നേരെ സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ. ഒന്നല്ല കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാന്ന് വെച്ചിട്ട് കയറിയതാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിങ്ങിലേക്ക് കയറുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ തല്ലുംപടിയും കാരണം വണ്ടി നിർത്താനാണെങ്കിൽ ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് കിട്ടിയില്ല. അതിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാർക്കിംഗ് കൂടെ നടന്നു പോണ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ലിഫ്റ്റ് അവിടെ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ നിന്ന് അകലെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് ഓടിപ്പോണ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിഫ്റ്റിലും പൊത്തിപ്പിടിച്ച് നമ്മൾ നേരെ മാണ്ടുള്ളിലേക്ക് എത്തി. സൂപ്പർ മാർക്കറ്റ് മുകളിലാണെന്ന് പറഞ്ഞിട്ട് മോൾക്ക് കയറി പോണ കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ മാണ്ടുള്ളിലെത്തി മാണ്ടുള്ളിൽ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോണ കാഴ്ചട്ടോ ഈ കാണുന്നത്. പോണ വഴിക്ക് കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ അവിടെ ഇവിടെ ഒക്കെ കയറണം എന്നാണ് അവള് പറയണത് കേട്ടോ. പക്ഷെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോകുമെന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ എത്തിട്ടോ. സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് പി കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറി സന്തോഷമാണ് പി കണ്ടത് കേട്ടോ. ഒരു തലക്കിൽ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മളാണെങ്കിൽ അവിടെ ഒരു ചേച്ചിനെ കണ്ടപ്പോൾ ആ ചേച്ചിയുടെ പിന്നാലെ എന്തോ സാധനം ചോദിച്ചിട്ട് പോണ കാഴ്ചയാണ് പി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് പിന്നാലെ പോയി നോക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ ചേച്ചിക്കും മനസ്സിലാവണില്ല. ചേച്ചി ആ കന്തം മുട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ പി കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് അവൾ എന്താ പറയുന്ന സാധനം മനസ്സിലാവണില്ല. കാരണം നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കേണ്ട തിരക്കിലാണ്.
അവിടെ മീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീനിൻ്റെ അവിടെ പോയേക്കാൻ വെച്ചാൽ മീനിൻ്റെ അവിടെ പോയപ്പോൾ നമുക്ക് പറ്റിയ മീനൊന്നും കിട്ടില്ല കേട്ടോ. ചേച്ചിനായിട്ട് പോയി വന്ന് എടുത്ത സാധനം എന്താണ് കേട്ടോ, റബ്ബറാണ്, വേറെ ഒന്നുമല്ല. ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് കണ്ട് നോക്കിക്കണ സുന്ദരനെയാണ് ഈ കാണുന്നത്. ചക്കരവിടെ പോയപ്പോൾ കണ്ട കാഴ്ചട്ടോ. ഇപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഈ സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല തോന്നിട്ടു. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുള്ളിയും ചോന്നുള്ളിയൊക്കെ തോൽ വിളിച്ചിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടോ. പെണ്ണുങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ. ഞാൻ കണ്ടതാണ് പുല്ലും വൈക്കോലും പോലത്തെ എന്തൊക്കെ സാധനങ്ങൾ, എന്താ നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് എല്ലാം പെറുക്കി വണ്ടിയിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ പോകണ കാഴ്ചട്ടോ ബി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് പാവങ്ങൾ ഈ മഴയത്തിരിക്കുന്നത് കണ്ടു കിട്ടോ. അപ്പുറത്ത് പോയപ്പോഴായിട്ട് ഒരു അമ്മച്ച് കടറ പരസ്യം TV പോലെ ഒന്ന് കാണുന്നുണ്ട്. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ. അല്ല നമ്മളൊക്കെ എത്ര ഭാഗ്യന്മാരാന്ന് ചിന്തിച്ച് പോയൊരു സമയം കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിട്ടോ. ഇറങ്ങി ചെന്ന് ചോദിച്ചു എന്താ ഇവിടെ മഴയത്തിരിക്കണോ ചോദിച്ചപ്പോൾ പറഞ്ഞു വീടും കൂടുന്നില്ല എന്നിട്ടോ. അത് കേട്ടോ ഭയങ്കര സങ്കടമായി. അതൊക്കെയാണ് സഹായിക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. എല്ലാ സങ്കടവും സന്തോഷമൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ടോ. അപ്പോൾ ഈ കാണുന്നത് ഓണായിക്ക് വീണ്ടും തന്നെ പറഞ്ഞോണ്ടിരിക്കട്ടോ. അവരുടെ അവസ്ഥ പറയുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു മഴ പെയ്ത് തോർന്ന കഥട്ടോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. തിരിച്ചതാ നമ്മളിതാ വീടെത്തിയിട്ട് പഴയ ബോളൊക്കെ കഴുകി പുതിയ മീനയിലിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓള്. ഇതിന്റെ മുന്നോട്ടായിട്ട് അതിലത്തെ കല്ലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നല്ലപോലെ വൃത്തിയിൽ കഴുകിയിട്ട് മീനയിലാക്കിട്ടോ. ആ സന്തോഷമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അടുത്ത പരിപാടിയായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓക്കെ ബൈ.